ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനിരിക്കുന്നത് വെളിച്ചത്തിൻ്റെ ഒരു കഥയാണ്. പ്രകാശം കൊണ്ട് ഇരുട്ടിനെ ജയിക്കുന്ന ദിനമായ ദീപാവലിയെക്കുറിച്ച്. ദീപാവലി എന്നത് വെറും വിളക്കുകൾ തെളിയിക്കുന്ന ഒരു ഉത്സവമല്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇരുട്ടിന്മേൽ വെളിച്ചത്തിൻ്റെ വിജയം, ദുഃഖത്തിന്മേൽ പ്രത്യാശയുടെ പിറവി. ഓരോ വർഷവും ദീപാവലി വന്നാൽ നാം വീടുകൾ അലങ്കരിക്കും, വിളക്കുകൾ നിരത്തും, പൂക്കളാൽ നിറഞ്ഞ അലങ്കാരങ്ങൾ ചെയ്യും. കുട്ടികൾ പടക്കങ്ങൾ പൊട്ടിക്കും, കുടുംബം ഒന്നിച്ചിരിക്കും. പക്ഷേ ഈ ഉത്സവത്തിൻ്റെ പിന്നിൽ എത്ര മനോഹരമായ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദീപാവലിയുടെ ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ, രാമൻ 14 വർഷത്തെ വനവാസം കഴിഞ്ഞ് രാവണനെ പരാജയപ്പെടുത്തി അയോധ്യയിലേക്ക് മടങ്ങിയ ദിവസമാണ് ദീപാവലി. ആ ദിവസം അയോധ്യയിലെ ജനങ്ങൾ ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയിച്ച് രാമനെയും സീതയെയും വരവേറ്റു. അവർക്കത് വെറും ഒരു വിജയദിനമല്ലായിരുന്നു, അത് ധർമ്മത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ ദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ ദീപാവലി വെറും ആഘോഷം മാത്രമല്ല, അത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു പ്രതീകമാണ്. മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. ശ്രീകൃഷ്ണൻ നരകാസുരനെ പരാജയപ്പെടുത്തിയ ദിനം തന്നെയാണ് ദീപാവലി എന്ന് ചിലർ പറയുന്നു. നരകാസുരൻ എന്ന ദുഷ്ടരാജാവിനെ തോൽപ്പിച്ച് കൃഷ്ണൻ ആ ലോകത്തിൻ്റെ വെളിച്ചം തിരികെ നൽകി. അതുതന്നെയാണ് ഇന്നും നാം ഓർമ്മിക്കുന്നത്, ദുഷ്ടതയ്ക്കെതിരെ നീതിയുടെ വിജയം. വെളിച്ചം അത് ദീപത്തിൻ്റെ കിരണമല്ല, അത് നമ്മുടെ മനസ്സിൽ തെളിയുന്ന പ്രത്യാശയാണ്. ദീപാവലി നമുക്ക് പഠിപ്പിക്കുന്നത്, ജീവിതത്തിൽ എത്ര ഇരുട്ട് വന്നാലും ഒരു ചെറിയ വിളക്ക് മതി അതിനെ അകറ്റാൻ. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ, തടസ്സങ്ങൾ, നിരാശകൾ അതെല്ലാം നീക്കി വെളിച്ചം പോലെ പുഞ്ചിരിയോടെ മുന്നോട്ട് പോകാൻ ദീപാവലി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദീപാവലി നേരങ്ങൾ എല്ലായിടത്തും ഒരുപോലെ മനോഹരമാണ്. വൈകുന്നേരം വരുമ്പോൾ വീടുകൾ മുഴുവൻ തെളിയും, പൂക്കളുടെ മണം പടരും, മനസ്സിൽ ഒരു പുതുമയും സന്തോഷവും നിറയും. ആ വെളിച്ചം നമ്മുടെ ബന്ധങ്ങളെ കൂടി ശക്തമാക്കുന്നു. കുട്ടികൾ വിളക്ക് നിരത്തുമ്പോൾ അമ്മ വീട്ടിൽ വിളക്ക് തെളിയിക്കും, അച്ഛൻ പൂജാ റൂമിൽ പ്രാർത്ഥന ചൊല്ലും. എല്ലായിടത്തും ആ സ്നേഹത്തിൻ്റെ ചൂട്, അതാണ് ദീപാവലി നൽകുന്ന യഥാർത്ഥ സമാധാനം. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ വെളിച്ചങ്ങൾ കൂടുതലാണ്, പക്ഷേ ഹൃദയങ്ങളിൽ ഇരുട്ട് തന്നെയാണ്. പഠനം, ജോലി, മത്സരങ്ങൾ, പ്രതിസന്ധികൾ, ഇവിടെയെല്ലാം നമ്മൾ അലയുമ്പോൾ മനസ്സിൽ നിന്ന് വെളിച്ചം മങ്ങിപ്പോകുന്നു. ഈ ദീപാവലിയിൽ നമുക്ക് ആ വെളിച്ചം തിരിച്ചു കൊണ്ടുവരാം. നമ്മുടെ വീടിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ ഹൃദയം തെളിയിക്കുക. മറ്റൊരാളുടെ മനസ്സിൽ വെളിച്ചമാകാൻ നമുക്ക് ശ്രമിക്കാം. ഒരാളുടെ മുഖത്ത് പുഞ്ചിരി വരുത്താൻ കഴിയുന്നൊരു വാക്ക്, അല്ലെങ്കിൽ ഒരു സ്നേഹപൂർവമായ പ്രവൃത്തിയെങ്കിലും, അതൊരു ദീപാവലി തന്നെയാണ്. കാരണം വെളിച്ചം എല്ലായ്പ്പോഴും ദീപങ്ങളിലല്ല, മനസ്സുകളിലാണ് തെളിയേണ്ടത്. അതുകൊണ്ട് ഈ ഉത്സവം ആഘോഷിക്കുമ്പോൾ വെറും വിളക്കുകൾ തെളിയിക്കാതെ മനസ്സും തെളിയിക്കാം. ദുഃഖങ്ങൾ, വൈരാഗ്യങ്ങൾ, നൊമ്പരങ്ങൾ അതെല്ലാം വിട്ട് സ്നേഹത്തിൻ്റെ വെളിച്ചം നിറയ്ക്കാം. ദീപാവലി സമ്പത്തിൻ്റെ ഉത്സവമാണ്, അത് സമൃദ്ധിയുടെയും വളർച്ചയുടെയും പ്രതീകമാണ്. ലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന ഈ ദിനം ആർത്തികമായല്ലാതെ ആത്മീയമായ സമൃദ്ധിയും നമുക്ക് നൽകട്ടെ. ഓരോ ദീപവും തെളിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ പുതിയ പ്രത്യാശ വരട്ടെ. സന്തോഷം, ആരോഗ്യവും സമാധാനവും നിറഞ്ഞ ജീവിതം നമുക്ക് ലഭിക്കട്ടെ. അവസാനമായി ഈ ദീപാവലി ദിനത്തിൽ ഞാൻ പറയുന്ന ഒന്ന് മാത്രമാണ്, വെളിച്ചം പങ്കിടൂ, സ്നേഹം പങ്കിടൂ, ഒരു ചെറിയ വിളക്ക് പോലെ. നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കൊരു പ്രത്യാശയും കരുണയും നൽകൂ. നിങ്ങളുടെ വീട്ടിലും മനസ്സിലും ബന്ധങ്ങളിലും പ്രകാശം നിറയട്ടെ. ദീപാവലി വെളിച്ചം പോലെ നിങ്ങളുടെ എല്ലാ ദിവസങ്ങളും സന്തോഷം കൊണ്ട് തെളിയട്ടെ. ഹാപ്പി ദിവാലി.